ഹായ് കൂട്ടുകാരെ. അപ്പൊ വസന്ത ഹാപ്പിനെസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ കുറേ ദിവസമായിട്ടോ വീഡിയോ ഇട്ടിട്ട്. അപ്പൊ എന്താന്നറിയില്ല, എനിക്കിപ്പോ ഒരു വീഡിയോ ഇടാൻ ഭയങ്കര മടിയുള്ള പോലെ. എന്താ എനിക്ക് പറ്റിയെന്ന് അറിയില്ല, ഒരു കണ്ടന്റും വരുന്നില്ല മനസ്സിലേക്ക്. എന്തൊക്കെ സംഭവിച്ചിട്ടോ. അങ്ങനെ ഞാനിങ്ങനെ ആലോചിക്കും, ഞാൻ എന്താ ചെയ്യണം, വീഡിയോ ഒന്നും ഇടുന്നില്ലല്ലോ. ഞാൻ വീഡിയോ ഇട്ടുന്ന സമയത്ത് പെട്ടെന്ന് എല്ലാവരും കണ്ടിരുന്നു. അങ്ങനെ ഇപ്പൊ വീഡിയോ ഇടയ്ക്കും തിരക്കൊക്കെ ഓരോന്ന് ഇടുമ്പോ ആരും കാണുന്നില്ല. അതെന്താ അങ്ങനെ, എല്ലാവരും ഒന്ന് മറന്നോ? പക്ഷെ ആരും മറക്കില്ല കേട്ടോ. നമുക്ക് വസന്ത ഹാപ്പിനെസിന്റെ പുതിയ വീഡിയോ ഒക്കെ ആയിട്ട് ഉടനെ വരാം. അപ്പൊ ഇന്ന് ഞാനിങ്ങനെ ചെറിയ വിശേഷമൊക്കെ പറയട്ടോ. അങ്ങനെ ഞാനിങ്ങനെ സ്വന്തം ഓരോ കവിതകളൊക്കെ ഇങ്ങനെ എഴുതി ഉണ്ടാക്കിയിരുന്നു. അങ്ങനെ ഒരു കവിത എഴുതിയിട്ട് എനിക്ക് എന്താ ഓണപ്പാട്ട് ചെയ്തല്ലോ ഞാനൊരു വീഡിയോ. അതിന്റെ ശേഷം എനിക്ക് തുഞ്ചൻപറമ്പിലേക്ക് എനിക്കൊരു ക്ഷണം കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അവിടെ പോയി ഞാനൊരു പുതിയ കവിത അവിടെ അവതരിപ്പിച്ചു. അപ്പൊ ആ കവിത വീഡിയോ എടുക്കാൻ പറഞ്ഞിട്ട് അവിടെ ഇരിക്കുന്ന ആളുകളെ കയ്യിൽ കൊടുത്തു. ഞാന് പിന്നെ പോയി എന്റെ കവിതയും പാടി. അപ്പൊ വീഡിയോ എടുക്കാൻ പറഞ്ഞിട്ട് പിന്നെ ഫോൺ അവരെ കയ്യിൽ കൊടുത്ത് ഞാൻ അവിടെ പോയി കവിത ചൊല്ലി. കവിത ആയപ്പോ അവര് ഫോൺ ഓഫാക്കി. ഞാൻ കവിത ഒക്കെ കഴിഞ്ഞ് അങ്ങനെ ഇറങ്ങി വന്ന് വേഗം എന്റെ ഫോൺ വാങ്ങിയിട്ട് ഞാനൊന്ന് കാണട്ടെ എന്റെ കവിത എങ്ങനെ ഉണ്ടെന്ന്. ആദ്യമായിട്ടോ ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങനെ മൈക്കൊക്കെ പിടിച്ചിട്ട് ഒരു സ്റ്റേജിൽ കയറിയിട്ട് ഇങ്ങനെ ചെയ്യണത്. അങ്ങനെ അത് ആദ്യമായിട്ടുള്ള ഒരു അനുഭവമല്ലേ. അപ്പൊ അതിന്റെ ഒരു വിറയലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ വീട്ടിൽ നിന്നൊക്കെ നല്ല ഭംഗിയായിട്ട് ചെയ്തിരുന്നു. സ്റ്റേജിൽ കയറിയപ്പോ ഒരു നെഞ്ചരിപ്പൊക്കെ ഉണ്ടായിരുന്നു നന്നായിട്ട് ട്ടോ. അപ്പൊ എനിക്ക് ആ കവിത മുഴുവൻ അതിൽ കിട്ടാത്തതിൽ ഭയങ്കര സങ്കടമായി. പിന്നെ അത് ഒന്ന് റിപ്പീറ്റ് ചെയ്ത് എടുക്കുമ്പോ അത് വേറൊരു ലെവലിലാവില്ല. അവിടുന്ന് അത് മുഴുവനെ കിട്ടിയില്ലല്ലോ എന്നൊരു സങ്കടം. അപ്പൊ എന്നെ ശരിക്കും എടുത്തതുമില്ല. ഞാനാണെങ്കിൽ ഇങ്ങനെ എന്താ പറയാ, നമ്മളിങ്ങനെ ഒരു ബുക്കൊക്കെ വെക്കാനുള്ള ആ ഒരു സ്റ്റാൻഡ് ഉണ്ടല്ലോ. അപ്പൊ അവിടുന്ന് ഇത്തിരി ഉള്ളു എന്നെ കാണാൻ. എന്റെ തല മാത്രമേ ഉള്ളൂ. താടി അതുമ്മില് തട്ടുന്ന രൂപത്തിലാട്ടോ. പക്ഷെ എല്ലാവരും ഒരുവിധ ഹൈറ്റ് ഉള്ളവർ തന്നെയാണ്. എന്നാലും ഹൈറ്റ് ഇല്ലാത്തവർക്ക് ഈ പ്രശ്നം. പക്ഷെ വീഡിയോ എടുക്കുന്ന ആള് ചെരിഞ്ഞു നിന്ന് വീഡിയോ എടുക്കണം. അവിടെ വീഡിയോ എടുക്കുന്നവരൊക്കെ ഉണ്ട്, ഫോട്ടോഗ്രാഫർമാരൊക്കെ ഉണ്ട്. അവരൊക്കെ ശരിക്കും എടുത്തിട്ടുണ്ടാവും, വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്. പക്ഷെ ഞാൻ നമ്മളെ വീഡിയോ വെച്ചിട്ട് കൂടെ ആരും വന്നിട്ടില്ല കേട്ടോ. എനിക്കൊരു വീഡിയോ എടുത്ത് തരാനൊന്നും. അപ്പൊ ഏതോ ഒരു അറിയാത്ത ഒരാളെ കയ്യിൽ കൊടുക്കല്ലേ. അപ്പൊ അങ്ങനെ അവരെടുത്തിട്ട് എന്നെ പറ്റിച്ചു. അങ്ങനെ ഞാൻ എല്ലതും കഴിഞ്ഞ് കയറി. അല്ല, ഇതൊന്ന് കണ്ടു നോക്കുമ്പോ കുറച്ചൊരു 5-6 വരിയുള്ളൂ ആ കവിതയിൽ കേട്ടോ. അപ്പൊ ഒരു സങ്കടമായി. അതാ തോന്നുന്നുണ്ട് പിന്നെ വീഡിയോ ഇടാനൊക്കെ ഒരു മൂടൊക്കെ. എന്തായാലും അതെനിക്കാണ് സാധിച്ചിട്ടോ. ഞാന് പിന്നെ എന്റെ കവിത ഞാൻ എഴുതിയത് ഞാൻ തന്നെ പോയി ഒരു സ്റ്റേജിൽ അവതരിപ്പിക്കുക. അതും തുഞ്ചന്റെ മണ്ണില്, നമ്മുടെ എഴുത്തച്ഛന്റെ മണ്ണ് പോയിട്ട് എനിക്കത് ചെയ്യാനൊരു അവസരം തന്നതിൽ ഭയങ്കര സന്തോഷം. അതൊരു കവിയത്രിയുണ്ട് ഞങ്ങളുടെ അടുത്തുള്ള, ആ കമലാദേവി അമ്മ എന്ന് പറയട്ടോ. അവരാണ് എന്നെ ക്ഷണിച്ചത്. ഞാൻ ഓണപ്പാട്ടിന്റെ കവിത എഴുതിയിട്ട് അവർക്ക് ഒരുപാട് ഇഷ്ടമായി. അത് നല്ല രസമുണ്ട് കേൾക്കാൻ. ഇനിയും ഇതേപോലെ എഴുതണം. പെട്ടെന്ന് കവിത എഴുതിപ്പോ ഞാൻ ആ തുഞ്ചൻപറമ്പിൽ നിന്റെ പേര് നോക്കുന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ കൊണ്ട് എഴുതിച്ചതാണ് കൂട്ടുകാരെ. അങ്ങനെ ഞാനത് പോയി ചെയ്തിട്ടോ. ഇനി നമുക്ക് ഉടനെ ഓരോ വീഡിയോസ് ഒക്കെ ഇട്ട് തരാം. അപ്പൊ പിന്നെന്താ, അപ്പൊ നമ്മൾ എപ്പോഴും സന്തോഷമായിട്ടിരിക്കുക. വസന്ത ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ ഞാൻ ഒരുപാട് ഓരോ പ്രശ്നങ്ങൾ കൂടെ കടന്നു പോണ ഒരു വ്യക്തിയാട്ടോ. പക്ഷെ ഞാനിപ്പോ ഹാപ്പി ആയിട്ടിരിക്കണം. ഏത് സമയം ഹാപ്പി ആയിരിക്കുമ്പോ നമുക്ക് ഭഗവാൻ ഓരോരോ അനുഭവങ്ങൾ തന്നുകൊണ്ടിരിക്കും. ഭഗവാനെ മുറുക്കി പിടിച്ച് ജീവിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്തിനും ഏതിനും ഭഗവാനോട് പറയുക, നമ്മൾ പ്രാർത്ഥിക്കുക. അപ്പൊ ഭഗവാൻ നമ്മളെ കൂടെ നിന്ന് എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇനി കാണാം അടുത്ത വീഡിയോ.